വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വടകരയാണുള്ളത്. വടകര കോട്ടക്കടവ് ഭാഗത്താണുള്ളത്. കോട്ടക്കടവ് SP ഓഫീസിൻ്റെ ഈ ഭാഗത്ത് ഒരു അണ്ടർ പാസേജ് ഉണ്ട്. ആ അണ്ടർ പാസേജിൻ്റെ 3 വരിയുടെ കോൺക്രീറ്റിങ് നേരത്തെ കഴിഞ്ഞിരുന്നു. അടുത്ത 3 വരിയുടെ കോൺക്രീറ്റിങ് നടക്കാനുള്ള വർക്കാണ്. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഈ അപ്രോച്ച് റോഡ്, അതായത് അണ്ടർ പാസേജുമായി ചേർന്ന് പോകുന്ന അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ വാഗാട് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്ത് ഇപ്പോൾ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ സ്ലാബുകൾ 6 പാനലുകളൊക്കെ ഈ ഭാഗത്ത് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രെയിനും നമുക്കിവിടെ എക്സ്കവേറ്ററും ഇവിടെ വർക്ക് എടുക്കുന്നത് കാണാൻ സാധിക്കും. 6 പാനലുകളൊക്കെ വാഗാട് ഒടുവിൽ ഈ അണ്ടർ പാസേജിൻ്റെ വർക്ക് തുടങ്ങിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞാൽ പാലോളി പല ഭാഗങ്ങളിലെ പ്രദേശങ്ങളിലെ ആളുകൾക്ക് മൂരാട് ഓയിൽ മില്ല് ആ ഭാഗത്ത് അണ്ടർ പാസേജിലൂടെ ക്രോസ് ചെയ്യുന്നതിന് പകരം പാലിയാട്ടുനട ഭാഗത്തുള്ള ആളുകൾക്ക് ക്രോസ് ചെയ്യുന്നതിന് പകരം ഈ ഭാഗത്തുകൂടെ അണ്ടർ പാസേജിലൂടെ ക്രോസ് ചെയ്യാൻ കഴിയും. എന്നാൽ ദേശീയപാതയുടെ കൂടുതൽ വീഡിയോസുകൾ, പുതിയ അപ്ഡേറ്റ്സ് ലഭിക്കാൻ നമ്മുടെ ഷോർട്സ് കാണുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇടും. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കണ്ട. കോട്ടക്കടവിൻ്റെയും SP ഓഫീസിൻ്റെയും സെൻറ്റർ എന്നുള്ള ഒരു ഭാഗമാണ്. ഇതിലെയാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത്. ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് കൂടി തന്നെയാണ് സർവീസ് റോഡും പാസ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കൊന്നും എവിടെയും തുടങ്ങിയിട്ടില്ല. ഇവിടെയുള്ള നാട്ടുകാരും ഈ പ്രദേശവാസികളൊക്കെ വർക്ക് എത്രയും പെട്ടെന്ന് തുടങ്ങിയിട്ട് ഇതൊക്കെ ഒന്ന് മണ്ണിട്ട് ഉയർത്തിയതിന് ശേഷം ടാർ ചെയ്യാനുള്ള പ്രവർത്തനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം ഇവർ പല സമയത്ത് പല ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഈ വാഹനങ്ങൾക്കും ഒക്കെ ഇവരെ വീട്ടിൽ നിന്നുള്ള വാഹനങ്ങളൊക്കെ സഞ്ചരിക്കാനും മറ്റു പ്രയാസങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നാട്ടുകാരും പറയുന്നത് എത്രയും പെട്ടെന്ന് വർക്കൊന്ന് തീർന്നു കിട്ടിയാൽ സമാധാനമാണ് എന്ന രീതിയിലാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായം.